ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണ് നിങ്ങൾക്കറിയാലോ, നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ ഒരുപാട് മുന്നേ ചെയ്തിട്ടുള്ള ട്രാവൽ വീഡിയോസ് മുതൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസിലും നമ്മൾ ഒപ്പം ഉണ്ടാകുന്ന ഒരു ബൈക്കായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന പൾസർ 150 എന്ന് പറയുന്നത്. സോ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബൈക്ക് നമ്മൾ പെയിൻ്റ് അടിക്കാമെന്ന് കരുതി. കാരണം അത് 2014 ഇറങ്ങിയിട്ടുള്ള 150 cc ബൈക്കായിരുന്നു. അന്ന് മുതൽ ഇന്നേക്ക് വരെ അത് യാതൊരുത്തിലുള്ള മേജറായിട്ടുള്ള ഒരു പ്രോബ്ലംസും വന്നിട്ടില്ല, ചെറിയ ചെറിയ മൈന്യൂട്ട് പ്രോബ്ലംസ് അല്ലാതെ. അപ്പോൾ അതൊന്നും ജസ്റ്റ് പെയിൻ്റ് അടിച്ച് എടുക്കാമെന്ന് കരുതിയത് മാത്രമല്ല, ഇപ്പൊക്കെ ഭയങ്കര ഫേവറേറ്റുള്ള ബൈക്കാണ്. വേറെ ഏത് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ അതൊന്ന് ജസ്റ്റ് പെയിൻ്റ് അടിച്ച് സെറ്റ് ആക്കിയിട്ട് ഇതെന്തായാലും വിൽക്കൂല, അപ്പോൾ അങ്ങനെ റെഡി ആക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അത് അങ്ങനെ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ അത് ബൈക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ, പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുള്ള് അടിച്ചിട്ട് അടിക്കാൻ പോവുകയാണ്. അതായത് എല്ലാ പാർട്സും ഊരി മാറ്റിയിട്ട് എല്ലാ ഭാഗവും അടിച്ചിട്ട് എടുക്കുന്ന രീതിയിലാണ് പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. സോ എന്തായാലും ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കി നോക്കാം. ഇതാണിപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരുവിധം എല്ലാ ഭാഗത്തും പെയിൻറ്റ് ഡള്ളായി പോയിട്ടുണ്ട്. അതായത് പെയിൻറ്റ് പോയിട്ടുണ്ട്. അത് മാത്രമല്ല, നല്ല രീതിയിൽ സ്ക്രാച്ച് കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ വൈസറും അതുപോലെ തന്നെ ഹാൻഡ് ഗ്രിപ്പുമാണ് നമ്മൾ പുതിയത് മാറ്റിയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഈ പെയിൻറ്റ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലല്ല, നല്ല രീതിയിൽ മങ്ങിയൊക്കെ എടുക്കുന്നതാണ്. പെയിൻറ്റ് പറ്റ പോയിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പെയിൻ്റ് അടിക്കാൻ കൊടുത്തുള്ള വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്കത് ചെന്ന് നോക്കാം. നമ്മുടെ വണ്ടർ പണിക്ക് ഏകദേശം കയ്യാറായിട്ടുണ്ട് കേട്ടോ. സോ എന്തായാലും നമുക്കത് ചെന്ന് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടി തട്ടിരിക്കുന്നത്, വണ്ടിയുടെ പാർട്സ് എല്ലാം ഊരിയിട്ട് അവിടെ പെയിൻ്റ് അടിക്കാതെ അവിടെ വെച്ചിട്ടുണ്ട്. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, മേലെ കോട്ടിങ് അടിക്കാണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ അത് സെറ്റ് ചെയ്ത് വരിക. ഫ്രണ്ടിലൊക്കെ വേണ്ട ഒക്കെ ഇനി ഇത് ഫുള്ള് ഇവിടെ അടിച്ചതിന് ശേഷം നമ്മൾ ആ പാർട്സൊക്കെ എല്ലാം സെറ്റ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടർ എല്ലാ പാർട്സും ഊരിയിട്ട് പെയിൻ്റ് അടിക്കൽ കഴിഞ്ഞിട്ട് നമ്മളവിടെ ചെന്ന് നോക്കിയപ്പോൾ നല്ല ഷൈനിങ് കൊടുക്കാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, വണ്ടർ ആ ഒരു സിൽവർ കളറുള്ള ഒരു ഭാഗത്തുണ്ടല്ലോ, അതൊക്കെ അടിക്കൽ തുടങ്ങാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ശരിക്കും കുറച്ച് മുമ്പേ, നമ്മളിപ്പോൾ വീഡിയോ ഇട്ടു എന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ആ ഒരു തെക്ബീർ ചൊല്ലുന്നത് കേൾക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടി അന്ന് പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രി വീട്ടിലേക്ക് കൊടുന്നു കേട്ടോ. അന്ന് ആ രാത്രി അവിടെ നിന്ന് പോന്നു. അങ്ങോട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 2-3 ദിവസം, ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ ചെന്നു. കാരണം നമ്മൾ കുറച്ച് സ്റ്റിക്കർ വർക്കും പരിപാടിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ടയർമൻ്റെ ആ ഒരു റിങ് ഉണ്ടല്ലോ, റിഫ്ലക്ഷൻ്റെ ആ ഒരു സാധനമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, മാറ്റിയിട്ട് പുതിയൊരു സാധനമൊക്കെ അടിച്ച് വൈറ്റ് കളറാണ് അടിച്ചത്. കാരണം വൈറ്റ് കളറാണ് ഒന്നുകൂടി ലുക്ക് ഉണ്ടാവും ഡാർക്ക് റെഡിനൊക്കെ. സോ എന്തായാലും അങ്ങനെ ആ സ്റ്റിക്കർ പരിപാടിയും അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ ടാങ്കിൻ്റെ മുകളിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു ചെറിയ വൈറ്റ് ക്ലിയർ ആയിട്ടുള്ളൊരു ഇതും കൂടി ഇട്ടു, സ്റ്റിക്കറും കൂടി ഇട്ടു. സംഭവം അന്ന് ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് കൊടുന്നു. അതുപോലെ തന്നെ ആ ഒരു സൈഡത്തെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, അതിന് എന്താ പറയാമെന്നറിയില്ല, ആ ടാങ്കിൻ്റെ സൈഡിലുള്ളത് ആ ഒരു സാധനവും നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പഴയത് നല്ല സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ആയി. കാരണം അങ്ങനെ അന്ന് അവിടുന്ന് ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ബൈക്ക് ഇതവിടെ പെയിൻ്റ് അടിച്ച് കൊടുത്തിരിക്കേണ്ടത്. നമ്മളൊന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴത്തേനും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇതെന്താ വെച്ചാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം നമ്മളെ ബൈക്കും ഏത് പെയിൻ്റാണ്, എനിക്ക് പേഴ്സണലി ഇതേ പെയിൻറ്റിനേക്കാളും കൂടുതൽ ഇഷ്ടം ആ ഒരു പെയിൻറ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മളതിൻ്റെ ഒരു സ്റ്റിക്കറിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഈ ഒരു പെയിൻറ്റിലേക്ക് ചേഞ്ച് ചെയ്തതാണ്. പിന്നെ ഇതിൽ നമ്മൾ ചെറിയൊരു വ്യത്യാസം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ബാക്കിൽ വരുന്നത്, അതായത് ഈ ഒരു സ്റ്റിക്കർ ഞാൻ ഇപ്പോൾ ഒട്ടിച്ചിട്ടുള്ള ഈ സ്റ്റിക്കറിൻ്റെ ഒറിജിനൽ ബൈക്കുമ്പോൾ ബാക്കിൽ ബ്ലാക്ക് കളർ പെയിൻ്റാണ് വരുന്നത്. സോ എന്തായാലും ഇതിൻ്റെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബൈക്കും ആദ്യം ഉണ്ടായിരുന്ന റെഡ് കളർ എനിക്ക് മാറ്റാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ആ റെഡ് കളർ തന്നെ ബാക്കിൽ കൊടുത്തു. പക്ഷേ സംഭവം ബോറില്ല കേട്ടോ, കാണുന്ന ടൈമിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. വേറെ ബൈക്കിൽ കാണാത്ത രീതിയിലൊരു രസമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ ഒരു സ്റ്റിക്കർ നമ്മൾ വേറെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ളൊരു പൾസറിൻ്റെ ലോഗോ ആയിരുന്നു.
അതുപോലെ തന്നെ ഇവിടെ ബജാജിൻ്റെ ലോഗോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് ഇതിപ്പോൾ പുതിയ മോഡലിന് വരുന്നത്, അതായത് 2023-24 മോഡലിന് വരുന്ന അതേ സെയിം സാധനം പൾസർ ലോഗോ തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. കാരണം പൾസർ എന്ന് പറയുമ്പോൾ ആ ഒരു ലോഗോ ഇല്ലാതെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പുതിയ പൾസർ കേട്ടോ, പഴയതല്ല പറഞ്ഞത്. സോ എന്തായാലും അതും പിന്നെ ഈ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇതിപ്പോൾ ഇതിന് 500 സംതിങ്, പിന്നെ സ്റ്റിക്കർ വർക്ക് ഏകദേശം മൊത്തത്തിൽ 2000 രൂപ ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിവിടെ ഒരു ഗ്രാഫിക്സ് ഡിസൈനൊക്കെ ഉണ്ട്, മറ്റേ ഒരു കാർബൺ ഫൈബറിൻ്റെ ഈ സംഭവമൊക്കെ നല്ല ഫിനിഷ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ഫിനിഷ് ഉണ്ട്. അതുമാത്രമല്ല ഈ ഒരു പോയിൻ്റ്, അതായത് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഇത് ഒരു ഇതാണ് സിൽവർ കളറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കി. കാരണം സിൽവർ ആക്കുമ്പോൾ അത് ജസ്റ്റ് പെയിൻറ്റ് പോകുന്ന പോലെ തോന്നി, അതുകൊണ്ട് ജസ്റ്റ് ബ്ലാക്ക് ആക്കിയെന്നുള്ളൂ. പിന്നെ അത് കാണുമ്പോൾ ഒരു ബ്ലാക്കാണ് നല്ലത് തോന്നി, അങ്ങനെ കൊടുത്താണ് കേട്ടോ. പിന്നെ ബാക്കി നമ്മൾ ഇഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ അതേ പഴയ പോലെ തന്നെ. ഇതിപ്പോൾ ഞാൻ പെയിൻറ്റ് അടിച്ചിട്ട് ഇന്നേക്ക് ഏകദേശം ഇപ്പോൾ എത്രയായി, 3 ആഴ്ചയോളമായി. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം അന്ന് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, വേറെ വീഡിയോസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നീട്ടി വെച്ചതാണ് കേട്ടോ. നിങ്ങൾ നോക്കിയേ. അപ്പോൾ അതിന് ശേഷം ഞാൻ വന്നിട്ട് ഇതെവിടെ ഈ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഞാൻ രണ്ടാമത് അടിച്ചാണ്, ഒരു കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കർ രണ്ടാമത് അടിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വൈസർ മാറ്റി കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കർ അടിച്ചു. അതുപോലെ തന്നെ ഈ ബാക്കിലുള്ള സ്റ്റിക്കർ അല്ലേ, ഇതൊരു വേറെ മറ്റേത് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റിക്കർ കടയിൽ പോയിട്ട് അടിച്ചാണ് ഫ്രണ്ടിലേക്ക്. പക്ഷേ ആ സംഭവം നല്ല മാച്ചായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ അവിടെ പൾസറിൻ്റെ ലോഗോ വേറെ അടിച്ചിട്ടാണ്. ഈ സംഭവം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് നേരെ അടിച്ചു. പിന്നെ വണ്ടർ 2 ടയറിൻ്റെ സൈഡിലും ആ ഒരു വൈറ്റ് റിങ് പോലെ ആ ഒരു സംഭവം കൊടുത്തു. റിങ് അല്ല, മീൻസ് ഒരു ഇതാണ് സ്റ്റിക്കർ, അതും കൊടുത്തിട്ടാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഫുള്ള് റെഡി ആയി. പിന്നെ സീറ്റ് കവർ മാറ്റി. പിന്നെന്താ, നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ മീറ്റർ ഉണ്ടല്ലോ, അല്ല നോർമൽ മീറ്റർ, ആ ഒരു മീറ്ററിൻ്റെ മുകളിലത്തെ ആ ഒരു ഗ്ലാസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് പഴയത് എന്താ വെച്ചാൽ ഫുള്ള് വരക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് മാറ്റി. സംഭവം തീരെ റേറ്റും വരുന്നില്ല, എത്ര 130 സംതിങ് ആ ഒരു റേറ്റേ വരുന്നുള്ളൂ. പിന്നെ വൈസർ നമ്മൾ മിറർ ഗ്ലാസ് മറ്റേ NS200ൻ്റെ മിറർ ഗ്ലാസ് വെച്ചു. പിന്നെ അതിനെ മാറ്റിയിട്ടുള്ളൂ, വേറെ ചേഞ്ചസ് ഒന്നും വരുത്തില്ല കേട്ടോ. ഈ ഒരു പെയിൻറ്റും പിന്നെ ഒരു സംഭവം മാറ്റിയെടുത്ത്. പിന്നെ ബാക്കിയൊക്കെ സെയിം തന്നെ. നമ്മളാ ഒരു ബാക്ക് ടയറിൻ്റെ ഒരു മഡ് ഗാർഡ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം മാറ്റി. ഈ ഒരു സംഭവമൊക്കെ നമ്മൾ പുതിയത് രണ്ടാമത് പെയിൻറ്റ് അടിച്ചാണ് കേട്ടോ. പിന്നെ ഒരു ഇഞ്ചിൻ ചൂടായിക്കാൻ ബ്ലാക്ക് കളറൊക്കെ പോയി അങ്ങനെ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കി നോക്കാം. നമ്മുടെ പഴയൊരു ലുക്കായിരുന്നു സംഭവമൊക്കെ. പേഴ്സണലി പഴയ ലുക്കാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഈ ഒരു പുതിയ ലുക്കിലേക്ക് ഇങ്ങനെ വന്നേക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ബാക്കിൽ ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ബാക്കിലും റെഡ്, ആ ഒരു സെൻറ്ററത്തെ ഒരു പോർഷനും റെഡ്, ബാക്കിയുള്ള ബ്ലാക്ക്, അങ്ങനെ വരുന്നത്. അതായത് മറ്റതും, അതായത് പഴയ മോഡലും പുതിയ മോഡലും പാടെ മിക്സ് ആക്കിയിട്ട് വന്ന രീതിയിലാക്കിയെടുത്ത്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയാം. ഓക്കെ, നമ്മളിങ്ങനെ പെയിൻ്റ് അടിച്ചേക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുക്കലുണ്ടായത്. കാരണം എല്ലാ യാത്രകളൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലേ, അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരണമെന്നേ ഉള്ളൂ. ഓക്കെ.